Hi everyone. നമ്മളന്ന് സെക്കൻഡ് സെമസ്റ്റർ MSc മാത്തമാറ്റിക്സിന്റെ മെഷർ തിയറി എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കുന്നത്. ലിറ്റിൽ വുഡ്സ് തേർഡ് പ്രിൻസിപ്പിൾ, ലിറ്റിൽ വുഡ്സ് 3 പ്രിൻസിപ്പിൾ എന്നുള്ള രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ്. എവറി മെഷറബിൾ ഫംഗ്ഷൻ ഈസ് നിയർലി കണ്ടിന്യൂസ്. അതിൻ്റെ ഒരു ആ പ്രിൻസിപ്പിളിൻ്റെ തിയറാണ് പഠിക്കാൻ പോകുന്നത്, ലുസിൻസ് തിയറം. അപ്പോൾ ലുസിൻസ് തിയറം പറഞ്ഞത്, ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ. ഇ എന്ന ഡൊമൈനിൽ ഡിഫൈൻ ചെയ്ത റിയൽ വാല്യൂഡ് ആയ മെഷറബിൾ ഫംഗ്ഷനാണ് എഫ്. ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, അങ്ങനെ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും ദർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജി ഓൺ ആർ. ജി എന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ റിയൽ ലൈനിൽ മൊത്തമായിട്ട് ഉണ്ടാവും. എന്താ പ്രത്യേകത? ആൻഡ് എ ക്ലോസ്ഡ് സെറ്റ് എഫ് കണ്ടെയ്ൻഡ് ഇൻ ഇ. ഇക്കകത്ത് എഫ് എന്നൊരു ക്ലോസ്ഡ് സെറ്റും കണ്ടെത്താൻ പറ്റും. എന്താ പ്രത്യേകത? ഫോർ വിച്ച് ജി എഫ് ഇസ് ഈക്വൽ ടു ജി ഓൺ ക്യാപിറ്റൽ എഫ് ആൻഡ് മെഷർ ഓഫ് ഇ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് ഇ എന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആ ഇക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് എന്ന ഒരു ക്ലോസ്ഡ് സെറ്റ് കണ്ടെത്താൻ പറ്റും. ഈ എഫിനകത്ത് സ്മോൾ എഫ് ഈക്വൽ ടു ജി ആയിരിക്കും. ജി കണ്ടിന്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് എന്ന സെറ്റിനകത്ത് സ്മോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ആണ്. ആൻഡ് മെഷർ ഓഫ് ഇ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇ മൈനസ് എഫിന്റെ മെഷർ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ദർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള കൺസെപ്റ്റ് വരും. നിയർലി കണ്ടിന്യൂസ്. ഓക്കെ, അപ്പം നിയർലി കണ്ടിന്യൂസ് ഉള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുത്തത്. ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജി ഓൺ ആർ ആൻഡ് എ ക്ലോസ്ഡ് സെറ്റ് എഫ് കണ്ടെയ്ൻഡ് ഇൻ ഇ ഫോർ വിച്ച് എഫ് ഈക്വൽ ടു ജി ഓൺ ക്യാപിറ്റൽ എഫ് ആൻഡ് മെഷർ ഓഫ് ഇ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കേസ് വരാം. ഇവിടെ ഇയുടെ മെഷർ, ഇവിടെ ഇ എന്ന് സെറ്റ് എന്നുള്ളൂ. അപ്പോൾ മെഷർ ഓഫ് ഇ എന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള കേസും വരാം, മെഷർ ഓഫ് ഇ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള കേസും വരാം. മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള കേസാണ് നമ്മൾ പ്രൂവ് ചെയ്യണത്. മെഷർ ഓഫ് ഇ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള കേസ് നമ്മൾ പ്രൂവ് ചെയ്യണില്ല. അപ്പോൾ ടെക്സ്റ്റിൽ ലെഫ്റ്റ് ടു ദ റീഡർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മെഷർ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ, മെഷർ ഓഫ് ഇ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇ ഈസ് ഈക്വൽ ടു യൂണിയൻ എൻ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇ എന്ന് എഴുതും. വേർ ഇ എൻസ് ആർ ഡിസ്ജോയിൻറ്റ്, ഇ എൻസ് ഒക്കെ ഡിസ്ജോയിൻറ്റും ആണ്. ആൻഡ് മെഷർ ഓഫ് ഇ എൻ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് ഫൈനൈറ്റ് മെഷറുള്ള ഡിസ്ജോയിന്റ് സെറ്റുകളിലെ യൂണിയനായിട്ട് ആരെ റെപ്രസെന്റ് ചെയ്യും? ഇനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഈ മെഷർ ഓഫ് ഇ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള കേസിൽ നമ്മൾ ആ ഇ എന്ന സെറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ഫൈനൈറ്റ് ആയ ഡിസ്ജോയിന്റ് സെറ്റുകളുടെ യൂണിയനായിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഓരോ സെറ്റുകളും അല്ലെ, ഓരോ ഇ എന്നുകളും ഫൈനൈറ്റ് ആണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തിയർ അപ്ലൈ ചെയ്യാം. ഓരോ സെറ്റിലും തിയർ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിയനിലും അത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇ എൻ, ഇപ്പോൾ ഇവിടെ എഫ് ഈക്വൽ ടു ജി ഓൺ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഇക്ക് പകരം ഇ എൻ എടുക്കുമ്പോൾ എഫിന് പകരം എന്തായിരിക്കും? ക്യാപിറ്റൽ എഫ് എൻ ആവും. അപ്പോൾ നമുക്ക് ജിക്ക് പകരം ജി എൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ E1 എന്ന് സെറ്റ് ആകുമ്പോൾ അവിടെ G1 എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും ഓൺ ക്യാപിറ്റൽ F1. E2 എന്നുള്ള സെറ്റ് എടുത്താൽ അവിടെ G2 എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും ഓൺ ക്യാപിറ്റൽ F2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിയൻ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ എഫിനെ റെപ്രസെന്റ് ചെയ്യുക, ഇന്റർസെക്ഷൻ ആയിട്ട്. അപ്പോൾ കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആയതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു ഇന്റർസെക്ഷൻ എഫ് എൻ എഴുതിയാൽ ഇതെന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോസസ്സിൽ നമുക്ക് തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഫൈനൈറ്റ് കേസ് മാത്രമേ ഇവിടെ പ്രൂവ് ചെയ്യുള്ളൂ. ഇൻഫൈനൈറ്റ് കേസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ട്രിവിയൽ ആണ്. ഇതിങ്ങനെ ഈ തരത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി കൺസിഡർ ദ കേസ് മെഷർ ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയ, അതായത് മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആയ കേസ് മാത്രം നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട് അപ്രോക്സിമേഷൻ തിയറം. അപ്പോൾ അക്കോർഡിംഗ് ടു ദ സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം പറയണത്
ഫോർ നമ്മൾ ഏതൊരു സെറ്റ് എഫ് എടുത്താലും ഏതൊരു ഫംഗ്ഷൻ മെഷറബിൾ ഫംഗ്ഷൻ എഫ് എടുത്താലും മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ കളക്ഷൻ ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാവും ദാറ്റ് കൺവേർജസ് പോയിന്റ് വൈസ് ടു എഫ് ഓൺ ഇ. ഇ എന്ന ഡൊമൈനകത്ത് എഫിലേക്ക് കൺവേർജ് ചെയ്യുന്ന തരത്തിൽ ഒരു സീക്വൻസ് ഓഫ് മെഷറബിൾ സിമ്പിൾ ഫംഗ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കോർഡിംഗ് ടു ദ സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം ദർ ഈസ് എ സീക്വൻസ്. ആ സീക്വൻസിന് ഫൈ എന്നിന് പകരം നമ്മൾ എഫ് എൻ എന്നാണ് പേര് കൊടുക്കുന്നത്. എഫ് എൻ ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ്. എഫ് എൻ എന്ന സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടാവും ഡിഫൈൻഡ് ഓൺ ഇ ദാറ്റ് കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ഇ. കാരണം മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു മെഷറബിൾ ഫംഗ്ഷൻ എടുത്താലും ആ മെഷറബിൾ ഫംഗ്ഷൻസിലേക്ക് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആവുന്ന തരത്തിൽ ഒരു സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് കണ്ടെത്താൻ പറ്റും. ആ സീക്വൻസിന് നമ്മൾ എഫ് എൻ എന്ന് പേര് കൊടുത്തു. ഓക്കെ, തിയറത്തിൽ ഫൈ എൻ ആണ്, ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നത് എഫ് എൻ. സോ എഫ് എൻ ഇസ് എ സിമ്പിൾ ഫംഗ്ഷൻസ് ദാറ്റ് കൺവേർജസ് പോയിന്റ് വൈസ് ടു എഫ് ഓൺ ഇ എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് എൻ ബി എ നാച്ചുറൽ നമ്പർ. എൻ എന്നതൊരു നാച്ചുറൽ നമ്പർ എടുത്തു. എൻ എന്നത് നാച്ചുറൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ഇന്നലെ നമ്മൾ പഠിച്ച തിയറാണ് പ്രപ്പോസിഷൻ 11. പ്രപ്പോസിഷൻ 11 എന്താ പറയുന്നത് നോക്കാം. ലെറ്റ് എഫ് ബി എ സിമ്പിൾ ഫംഗ്ഷൻ. എഫ് എന്നത് ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണ്. ഡിഫൈൻ ഓൺ ഇ. ഇ എന്ന ഡൊമൈനിൽ ഡിഫൈൻ ചെയ്ത സിമ്പിൾ ഫംഗ്ഷൻ ആണ് എഫ്. ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും ദർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജി ഓൺ ആർ. ജി എന്നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടാവും ആൻഡ് എ ക്ലോസ്ഡ് സെറ്റ് ക്യാപിറ്റൽ എഫ് കണ്ടെയ്ൻഡ് ഇൻ ഇ. ഇക്കകത്ത് നമുക്ക് എഫ് എന്നൊരു ക്ലോസ്ഡ് സെറ്റും കണ്ടെത്താൻ പറ്റും. അതിന്റെ പ്രത്യേകത എഫ് ഈക്വൽ ടു ജി ഓൺ ക്യാപിറ്റൽ എഫ് ആൻഡ് മെഷർ ഓഫ് ഇ മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ പ്രപ്പോസിഷൻ 11 നമ്മൾ പറയുന്ന ഫംഗ്ഷൻസ് സിമ്പിൾ ഫംഗ്ഷൻസിൽ കണ്ടിന്യൂസ് ആവുന്നതാണ്. ഓക്കെ, സിമ്പിൾ ഫംഗ്ഷൻ നിയർലി കണ്ടിന്യൂസ് എന്നാണ് പ്രപ്പോസിഷൻ 11 പഠിച്ചത്. സിമ്പിൾ ഫംഗ്ഷൻസിലാണ്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്ന കേസിൽ എന്താണ്? എഫ് ബി റിയൽ വാല്യൂഡ് മെഷറബിൾ ഫംഗ്ഷൻ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ലുസിൻസ് തിയറവും ഇന്നലെ നമ്മൾ പഠിച്ച പ്രപ്പോസിഷൻ 11 തമ്മിൽ വ്യത്യാസം, പ്രപ്പോസിഷൻ 11 എഫ് എന്തായിരിക്കണം? സിമ്പിൾ ഫംഗ്ഷൻ ആവണം. എന്താ സിമ്പിൾ ഫംഗ്ഷൻ? ഫൈനൈറ്റ് വാല്യൂസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, എത്ര വാല്യൂസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മളെ തിയറം പറയുന്നതാണ് നമുക്ക് എഫ് എന്നത് ഏതൊരു സിമ്പിൾ ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ അവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജി ഉണ്ടായിരിക്കും ആൻഡ് എ ക്ലോസ്ഡ് സെറ്റ് എഫ് such that f equal to g on capital F and measure of e minus f less than epsilon. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എഫ് എൻ എന്നത് സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ F1 ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ F1 സിമ്പിൾ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ F1ൽ നമുക്ക് പ്രപ്പോസിഷൻ 11 അപ്ലൈ ചെയ്യാലോ. അപ്പോൾ എന്താ പ്രപ്പോസിഷൻ 11 പറയണത്? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും ദർ എക്സിസ്റ്റ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജി എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത ഓൺ ആർ ആൻഡ് എ ക്ലോസ്ഡ് സെറ്റ് ക്യാപിറ്റൽ എഫ് എന്ന ക്യാപിറ്റൽ സെറ്റ് ഉണ്ടാവും such that f equal to g on capital F and measure of e minus f less than epsilon. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതേ തിയറം നമ്മൾ അപ്ലൈ ചെയ്യാണ്. നമ്മൾ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എപ്സിലോൺ ഇറ്റ് ഈസ് ട്രൂ ഫോർ എവറി എപ്സിലോൺ ആയതുകൊണ്ട് F1 എടുക്കുമ്പോൾ നമ്മൾ എപ്സിലോൺ എടുക്കേണ്ടത് epsilon/2. F1 എടുക്കുമ്പോൾ നമ്മൾ എപ്സിലോൺ എന്തെടുക്കും? epsilon/2 എന്നെടുക്കും. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടാവും ജി. അത് നമ്മൾ ഇവിടെ F1-നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, F2-നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കാം, ആ ജിക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് G1 എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ F1 എന്ന സിമ്പിൾ ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ പ്രപ്പോസിഷൻ 11 പ്രകാരം ഫോർ എവറി epsilon/2 there exists a continuous function G1 such that and a closed set F1 എന്നുള്ള ക്ലോസ്ഡ് സെറ്റ് ഉണ്ടാവും such that small f1 equal to G1 on capital F1 and measure of e minus f1 less than epsilon/2. Okay, അതായത് പ്രപ്പോസിഷൻ 11 എന്തിൽ കൊടുത്തു? F1 കൊടുത്തു.
ഇനി F2 എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു. F2 എന്നുള്ള മെഷറബിൾ ഫംഗ്ഷൻ എടുത്തു. F2 ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ε/4 എടുത്താൽ അല്ലെങ്കിൽ ε/2 raised to n+1 അല്ലേ, 1+1 എടുത്തു. ε/2 ഇവിടെ 2 സ്ക്വയർ എടുക്കണം കേട്ടോ, 2 സ്ക്വയർ. നമുക്കൊരു സീക്വൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് 2 raised to n+1 ആണ്. ഇപ്പോൾ F1 ആയതുകൊണ്ട് 1+1, 2 raised to 1+1. F2 എടുത്തപ്പോൾ നമ്മൾ എടുക്കുന്നത് 2 raised to 2+1, 2 cube. is equal to 2 cube എടുത്തു. So there exists a continuous function, അതിന് നമ്മൾ G2 എന്ന് പേര് എടുത്തു, and a closed set capital F2 such that small f2 is equal to G2 on capital F2 and measure of E minus F2 is less than ε/2 cube. ഇനി നമ്മൾ ഇതേപോലെ F3 എന്നുള്ള സെറ്റ് എടുത്തു. F3 എന്നുള്ളത് ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണ് അല്ലെ. F1, F2, F3 ഒക്കെ സിമ്പിൾ ഫംഗ്ഷൻ ആണ്. അപ്പോൾ F3 സിമ്പിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ε/2 raised to 4 എടുത്തു. 3+1, 2 raised to 3+1 എടുത്താൽ there exists a continuous function G3 such that and a closed set അല്ലെ. G3 കണ്ടിന്യൂസ് ആണ്. F3 എന്നുള്ള ഒരു ക്ലോസ്ഡ് സെറ്റും ഉണ്ടാവും. എന്തിന്റെ പ്രത്യേകത? സ്മോൾ f3 is equal to G3 on capital F3 and measure of E minus F3 is less than ε/2 raised to 4. അപ്പോൾ ഇൻ ജനറൽ നമുക്കിത് ജനറൽ ആയിട്ട് നമുക്ക് എന്തറിയാൻ പറ്റും? ഇൻ ജനറൽ ഫോർ F1 and ε/2 raised to n+1. അപ്പോൾ ε/2 raised to n+1 greater than 0 എടുത്താൽ there exists a continuous function, ഒരു continuous function ഉണ്ടാവും, അതിൻ്റെ പേര് Gn, and a closed set, ഒരു closed set ഉണ്ടാവും, അതിൻ്റെ പേര് ക്യാപിറ്റൽ F1 contained in E അല്ലേ, എല്ലാം ഇക്കകത്താണ്. such that small f1 is equal to Gn on capital F1 and measure of E minus capital F1 is less than ε/2 raised to n+1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് പ്രപ്പോസിഷൻ 11 F1 നമ്മൾ കൊടുത്തു. അതാണ് ഇവിടെ പറഞ്ഞത്. സോ by applying the preceding lemma with F is replaced by Fn. പ്രൊസീഡിംഗ് ലെമ്മയിൽ എഫിന് പകരം Fn എന്ന് കൊടുക്കുക, എപ്സിലോണിന് പകരം ε/2 raised to n+1 എന്ന് കൊടുക്കുക. സോ we may choose a continuous function Gn on R and a closed set Fn contained in E for which small fn is equal to Gn on capital Fn and measure of E minus Fn is less than ε/2 raised to n+1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്തു? മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള കേസാണ് നമ്മൾ എടുക്കുന്നത്. ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള കേസ് നമ്മൾ പ്രൂവ് ചെയ്യണില്ല. ഇനി എന്ത് ചെയ്തു? മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം പറഞ്ഞിട്ടുണ്ട്. ഒരു എഫ് എന്നത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ആ എഫിലേക്ക് കൺവേർജ് ചെയ്യുന്ന തരത്തിൽ, പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യുന്ന തരത്തിൽ ഒരു സിമ്പിൾ ഫംഗ്ഷൻസിന് സീക്വൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് നമ്മൾ എഫ് എന്ന് പേര് കൊടുത്തു. സോറി, ദർ എക്സിസ്റ്റ് Fn സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ദാറ്റ് കൺവേർജസ് പോയിന്റ് വൈസ് ടു എഫ് ഓൺ ഇ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പഠിപ്പിച്ച സിമ്പിൾ ഫംഗ്ഷൻസിൽ നിയർലി കണ്ടിന്യൂസ് ആണെന്ന് പഠിച്ച തിയറം പ്രപ്പോസിഷൻ 11 എന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? F1, F2, F3, എക്സെട്ര Fn എന്നുള്ള സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസിൽ അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഏത് n എടുത്താലും നമുക്ക് there exists a continuous function Gn എന്നുള്ള continuous function ഉണ്ടാവും. there exists a closed set capital Fn such that small fn is equal to Gn on capital Fn and measure of E minus Fn less than ε/2 raised to n+1 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇഗോർഫ് തിയറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഇഗോർഫ് തിയറം. അപ്പോൾ എന്താ ഇഗോർഫ് തിയറം പറയുന്നത്? നമുക്ക് ഒന്നുകൂടി നോക്കാം. അസ്യൂം ഇ ഹാസ് ഫൈനൈറ്റ് മെഷർ. ഇയുടെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ ലെറ്റ് Fn ബി എ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ ഇ.
അപ്പോൾ ഇ എന്നത് ഫൈനൈറ്റ് മെഷറുള്ള സെറ്റ് ആവുകയും എഫ് എൻ എന്നത് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ ഇയുമാണെങ്കിൽ ദാറ്റ് കൺവേർജസ് പോയിന്റ് വൈസ് ഓൺ ഇ ടു ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ്. Then for each epsilon greater than 0 there is a closed set F contained in E for which Fn converges to F uniformly on F and measure of E minus F less than epsilon. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് എഫ് എൻ എന്ന സീക്വൻസ് കിട്ടി. എഫ് എൻ എന്ന സീക്വൻസ് കൺവേർജസ് പോയിന്റ് വൈസ് ഓൺ ഇ ടു എഫ്. എഫ് എന്ന ഫംഗ്ഷനിലേക്ക് പോയിന്റ് വൈസ് ആയിട്ട് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ് എഫ് എൻ. അപ്പോൾ എഫ് എൻ സിമ്പിൾ ഫംഗ്ഷൻസ് ആണ്. സിമ്പിൾ ഫംഗ്ഷൻസ് എല്ലാം മെഷറബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കോർഫ് തിയറം അപ്ലൈ ചെയ്യാണ്. ദർഫോർ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും ദർ എക്സിസ്റ്റ് എ ക്ലോസ്ഡ് സെറ്റ് എഫ്. അപ്പോൾ എഫ് ഇതിന് മുന്നേ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിന് പേര് എഫ് നോട്ട് എടുത്തു. സോ ദർ എക്സിസ്റ്റ് എ ക്ലോസ്ഡ് സെറ്റ് എഫ് നോട്ട്. എഫ് നോട്ട് എന്നുള്ളൊരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ടാവും. എന്താ പ്രത്യേകത? സച്ച് ദാറ്റ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ ക്യാപിറ്റൽ എഫ്. എഫ് നോട്ട് എന്നുള്ള സെറ്റിൽ എഫ് എൻ എഫിലേക്ക് യൂണിഫോംലി കൺവേർജസ് ആണ്. ആൻഡ് മെഷർ ഓഫ് ഇ മൈനസ് എഫ് നോട്ട് എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇതാണ് ഈ കോർഫ് തിയറം പറയുന്നത്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. സോ there is a closed set. അവിടെ ക്ലോസ്ഡ് സെറ്റ് ഉണ്ടാവും എഫ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ഇ. ഇക്ക് എത്തായിരിക്കും such that Fn converges to F uniformly on F0. F0 എന്ന സെറ്റിനകത്ത് Fn converges to F uniformly ആയിരിക്കും. ആൻഡ് മെഷർ ഓഫ് ഇ മൈനസ് എഫ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. അതായത് നമ്മൾ എപ്സിലോണിന് പകരം നമ്മൾ എന്തെടുക്കുന്നത്? ഫോർ എവറി എപ്സിലോൺ ഈ ഗോർഫ് തിയറം പറഞ്ഞ് ഇറ്റ് ഈസ് ട്രൂ ഫോർ എവറി എപ്സിലോൺ. ഇറ്റ് ഈസ് ട്രൂ ഫോർ എവറി എപ്സിലോൺ. അപ്പോൾ നമ്മൾ എപ്സിലോണിന് പകരം നമ്മൾ എന്തെടുക്കുക? എപ്സിലോൺ ബൈ 2 എന്ന് എടുക്കുക. അപ്പോൾ അതെന്തായി മാറും? ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഓക്കെ, സോ we get measure of E minus F naught is less than epsilon by 2. ഇനി നമ്മൾ എഫ് ഡിഫൈൻ ചെയ്യണം. ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് നോട്ട് ഇന്റർസെക്ഷൻ F1 ഇന്റർസെക്ഷൻ F2 ഇന്റർസെക്ഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ F1 ക്ലോസ്ഡ് സെറ്റ്, എഫ് നോട്ട് ക്ലോസ്ഡ് സെറ്റ്, F1 ക്ലോസ്ഡ്, F2 ക്ലോസ്ഡ് എക്സെട്ര. അപ്പോൾ ഇതൊരു ഇറ്റ് ഇസ് എൻ കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് എന്ന് ക്ലോസ്ഡ് ആണ്. യൂണിയൻ ആണെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ എഫ് നോട്ട്, F1, F2, F3 ഒക്കെ ക്ലോസ്ഡ് സെറ്റ് ആയതുകൊണ്ട് അതിന്റെ ഇന്റർസെക്ഷൻ എന്തായാലും എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എഫ് എന്നത് ഒരു ക്ലോസ്ഡ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? മെഷർ ഓഫ് ഇ മൈനസ് എഫ് എടുത്തു. മെഷർ ഓഫ് ഇ മൈനസ് എഫ് നമുക്ക് എങ്ങനെ എഴുതാം? മെഷർ ഓഫ് ഇ മൈനസ് എഫ് ഇസ് ഈക്വൽ ടു measure of E minus F നമുക്ക് എന്ത് എഴുതാം? ഇന്റർസെക്ഷൻ n is equal to 0 to infinity F എന്ന് എഴുതാൻ പറ്റും അല്ലേ? കാരണം എന്തുകൊണ്ടാ? ഇവിടെ n നോട്ട് മുതലുണ്ട് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇന്റർസെക്ഷൻ ഇത്രയും ഇതിൽ നമുക്ക് എന്ത് എഴുതാം? ഇന്റർസെക്ഷൻ n is equal to 0 to infinity F എന്ന് എഴുതാൻ പറ്റും, ക്യാപിറ്റൽ F. അപ്പോൾ എഫിന് പകരം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് ഇ മൈനസ് എഫ് നോട്ട് യൂണിയൻ n ഇസ് ഈക്വൽ ടു 1 to infinity ഇ മൈനസ് എഫ് എന്ന് എഴുതി. അതായത് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ യൂണിയൻ ആയത് ഇവിടെ എന്ത് കൊടുത്താണ്? നമ്മളിവിടെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ എഫ് നോട്ടിനെ ഒന്നായിട്ടും F1 മുതലുള്ളതിനെ ഇതാക്കി. അപ്പോൾ ഇത് രണ്ടും ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് രണ്ട് സെറ്റാണ്. അപ്പോൾ ഇവിടെ മെഷർ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഈക്വൽ ടു മെഷർ ഓഫ് എ പ്ലസ് മെഷർ ഓഫ് ബി എന്നുള്ള രൂപത്തിൽ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതെന്തായി മാറും? വിച്ച് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവും? മെഷർ ഓഫ് ഇ മൈനസ് എഫ് നോട്ട് പ്ലസ് മെഷർ ഓഫ് ഇ മൈനസ് എഫ് നോട്ട് തരും. അപ്പോൾ മെഷർ ഓഫ് ഇ എഫ് എൻ ഇവിടെ യൂണിയൻ്റെ യൂണിയൻ n is equal to 1 to infinity. അപ്പോൾ ഇതിൻ്റെ മെഷർ ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് ഇവിടെ നമുക്ക് വീണ്ടും അഡിറ്റിവിറ്റി കൊടുക്കുമ്പോൾ എന്താവും? സിഗ്മ n is equal to 1 to infinity
മെഷർ ഓഫ് ഇ മൈനസ് എഫ് എന്ന് കിട്ടും. മെഷർ ഓഫ് ഇ മൈനസ് എഫ് എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 റേസ് ടു n പ്ലസ് 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് എപ്സിലോൺ ബൈ 2 പ്ലസ് summation n is equal to 1 to infinity epsilon by 2 raised to n plus 1 കിട്ടി. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക epsilon by 2 plus epsilon by 2 square plus epsilon by 2 cube plus etc. എന്നാണ്. It's a geometric series ആണ്. ഇതിന്റെ സം epsilon കിട്ടും. Therefore we get measure of E minus F is less than epsilon. Then ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും എഫ് ഒരു ക്ലോസ്ഡ് സെറ്റ് ആണ്. കാരണം എന്താ? ഇറ്റ് ഇസ് എ ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് അല്ലേ. എഫ് നോട്ട്, എഫ് 1, എഫ് 2, എഫ് 3 ഒക്കെ ക്ലോസ്ഡ് സെറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഇന്റർസെക്ഷൻ എന്തായിരിക്കും? ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ. പിന്നെ എഫ് എൻ ഒക്കെ കണ്ടിന്യൂസ് ഓൺ എഫ് ആണ് അല്ലേ. ഓരോ ഫങ്ഷൻസും എഫിനകത്ത് കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? കാരണം എഫ് 1 ഈസ്, നമുക്കറിയാം എഫ് 1 നമ്മൾ ക്യാപിറ്റൽ എഫ് 1-നകത്ത് എന്താണ്? സ്മോൾ എഫ് 1 ഇസ് ഈക്വൽ ടു G1 ഓൺ ക്യാപിറ്റൽ എഫ് 1 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ G1 കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് 1 എന്ന സെറ്റിനകത്ത് സ്മോൾ എഫ് 1 കണ്ടിന്യൂസ് ആണ്. എഫ് 2 എന്ന സെറ്റിനകത്ത് സ്മോൾ എഫ് 2 കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം എഫ് എന്നത് വാട്ട് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എഫ് നോട്ട് ഇന്റർസെക്ഷൻ എഫ് 1 ഇന്റർസെക്ഷൻ എഫ് 2 ഇന്റർസെക്ഷൻ എക്സ്. അതായത് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് എൻ ഫോർ എവരി എൻ അല്ലേ. ഏതെന്നെ എടുത്താലും എഫ് എന്നത് എഫ് 1-ന്റെ സബ്സെറ്റ് ആണ്, എഫ് എന്നത് എഫ് 2-ന്റെ സബ്സെറ്റ് ആണ്, എഫ് എന്നത് എഫ് 3-യുടെ സബ്സെറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് 1 ഈസ് കണ്ടിന്യൂസ് ഓൺ ക്യാപിറ്റൽ എഫ് എന്ന് പറയാം അല്ലേ. കാരണം ക്യാപിറ്റൽ എഫ് 1-നകത്ത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ അതിൻ്റെ സബ്സെറ്റായ ക്യാപിറ്റൽ എഫിനകത്ത് എഫ് 1 കണ്ടിന്യൂസ് ആണ്. എഫ് 2 കണ്ടിന്യൂസ് ഓൺ ക്യാപിറ്റൽ എഫ് ആണ്. കാരണം ക്യാപിറ്റൽ എഫ് എന്നുള്ളത് ക്യാപിറ്റൽ എഫ് 2-ന്റെ സബ്സെറ്റ് ആണ്. Therefore we can say that for each Fn is continuous on capital F എന്ന് പറയാൻ പറ്റും. And Fn is equal to Gn on capital Fn ആണ് അല്ലേ. Fn is equal to Gn on capital Fn ആയതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് പറയാൻ കാരണം. Gn കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് Fn കണ്ടിന്യൂസ് ആയത്. ഓക്കെ, സോ Fn is Fn converges to F uniformly on capital F എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ Fn എല്ലാം കണ്ടിന്യൂസ് ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു യൂണിഫോംലി കൺവേർജൻ്റ് ആയ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ ലിമിറ്റും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ Fn-ന്റെ പോയിന്റ് വൈസ് ലിമിറ്റായ Fn കൺവേർജസ് ടു F ആണ്. അപ്പോൾ Fn's കണ്ടിന്യൂസ് ആയതുകൊണ്ട് സ്മോൾ എഫ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആണ്. സോ സ്മോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്യാപിറ്റൽ എഫ് എന്ന് പറയാൻ പറ്റും. ക്യാപിറ്റൽ എഫ് എന്ന സെറ്റിനകത്ത് സ്മോൾ എഫിൻ്റെ ലിമിറ്റായ സ്മോൾ എഫും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് പറയാൻ പറ്റും. സോ വി ക്യാൻ there exists a continuous function g defined on all or. അപ്പോൾ നമ്മൾ ഈ എഫിനെ നമ്മൾ ഇത് ആറിലേക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജി കിട്ടും ഡിഫൈൻഡ് ഓൺ ആർ whose restriction to capital F equal to small f. ഈ സ്മോൾ എഫ് എന്നത് കണ്ടിന്യൂസ് ഓൺ ക്യാപിറ്റൽ എഫ് പറഞ്ഞു. പക്ഷെ ക്യാപിറ്റൽ എഫിന് പുറത്ത് ഫംഗ്ഷൻ എന്താവണമെന്നില്ല, കണ്ടിന്യൂസ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? എഫിനെ നമ്മൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്, അതിന് നമ്മൾ ജി നാക്കും. എഫിന് നമ്മളൊന്ന് എന്ത് ചെയ്യും? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജി നാക്കും, വിച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. ആറിൽ കണ്ടിന്യൂസ് ആവണ തരത്തിൽ ആരെ ചേഞ്ച് ചെയ്യുക? എഫിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം ക്യാപിറ്റൽ എഫിനകത്ത് സ്മോൾ എഫ് ഇസ് ഈക്വൽ ടു ജി ആണ്. അതേപോലെ ജി ഇസ് കണ്ടിന്യൂസ് ഓൺ ആർ. ഇതാണ് നമ്മളെ ലൂസിൻസ് തിയറം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.